പ്രൈസ് ലോർഡ്. ക്രിസ്തുവേശുവിനെ ധരിച്ചവരായവരും മനസ്സിൽ സന്തോഷമുള്ളവരും കൈകളെ ഉയർത്തിയ ഹല്ലേലൂയ പറഞ്ഞ് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓക്കെ, നമുക്കിന്ന് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം തുടങ്ങാം. ഓക്കെ, പക്ഷെങ്കിൽ ഇത് ജീനിയോളജി ആയതുകൊണ്ട് ആ ഹോൾ ചാപ്റ്റർ അങ്ങ് പറയാമെന്ന് വിചാരിച്ചു. അധികം ഒന്നും പറയാനില്ല, 3-4 ഭാഗത്തൊക്കെ പറയാനുള്ളൂ. ഓക്കെ, ഒന്നാമത്തത് പറയാനുള്ളത് തന്നെ ഹാനോക്കിൻ്റെ കാര്യം, പിന്നെ നോഹയുടെ കാര്യം, പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ എത്രയും വയസ്സൊക്കെ ജീവിച്ചത്, ഓക്കെ, അത് പറയാനുള്ളൂ. അപ്പം അതിനു മുമ്പേ ഞാൻ ഈ സ്ഥിരം ആൾക്കാരോടൊരു ചോദ്യം ചോദിക്കും. ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ? അല്ലെ ക്രിസ്തീയ ജീവിതം ത്തെപ്പറ്റി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊക്കെ. വേറെ ഒന്നുമല്ല, അവരെ ടെസ്റ്റ് ചെയ്യാനല്ല. കാരണം എപ്പോഴും എൻ്റെ മനസ്സിലുള്ള ചോദ്യം, ഇപ്പം ഞാൻ മനസ്സിലായോ, എവിടെയെങ്കിലും സംതിങ് മിസ്സിങ് ആയിട്ടുണ്ടോ, മനസ്സിലായോ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാനും അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഇപ്പം നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പം പണ്ടത്തെ കാലത്തൊക്കെ ചോദിക്കുകയായിരുന്നു രക്ഷിക്കപ്പെട്ടാണോ സ്നാനപ്പെട്ടാണോ എന്നൊക്കെ. അപ്പോൾ അതേപോലെ എൻ്റെ ഇതെന്ന് ഞാൻ ചെയ്യുന്നത് ശരിയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടോ, അതൊക്കെ അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. അപ്പം പല ആൾക്കാർ പല അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. റീസെൻ്റ്ലി ഇപ്പോൾ കുറേ നാളായിട്ട് ചോദിക്കാറില്ല. അപ്പം അങ്ങനെയൊക്കെ ചോദിക്കുമ്പം ഓരോ ആൾക്കാർ പറയുന്നത് വിശ്വാസമല്ലേ വലുത്, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ നമ്മൾ ദൈവത്തോട് കുറ്റമൊന്നും ചെയ്യാതൊക്കെ, അങ്ങനെയൊക്കെ കുറേ മറുപടികളൊക്കെ കിട്ടാറുണ്ട്. അപ്പം ഇതെന്തുകൊണ്ട് ചോദിച്ചെന്ന്, ഇന്ന് ആബേലിൻ്റെ ജീവിതം, അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇത് പഠിച്ചപ്പോൾ എനിക്ക് ആ ചിന്താഗതികളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഓർമ്മ വന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. അതിനു മുമ്പേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ സ്വകൃതാവേ, ഇന്നത്തെ ഈ സമയത്ത് അല്പസമയം ഞങ്ങൾ അപ്പച്ചൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവമേ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ പറ്റി പഠിക്കുവാൻ ആഗ്രഹിക്കും. ദൈവമേ നല്ലത് മാത്രമേ പറയാവുള്ളൂ. കേൾക്കുന്നത് ജനങ്ങളുടെ ഹൃദയത്തിൽ അത് പരിവർത്തിക്കുവാനും മനസ്സിലാകുവാനും കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാക്കുവാനാക്കരുത്. ദൈവമേ റിബല്യസ് മനോഭാവത്തോടെ ഇരിക്കാതെ നല്ല മനോഭാവത്തോടെ അത് കേൾക്കുവാനും ദൈവമേ അത് ദൈവത്തിൻ്റെ വചനമാണെന്ന് ഉള്ള ഒരു ബോധ്യത്തോടെ അയപ്പാടാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ പറയുന്ന അടിയൻ്റെ ഹൃദയത്തെ ഇടപെടണമേ, മനസ്സിനോട് ഇടപെടണമേ. ആവശ്യമില്ലാത്ത ഒന്നും പറയാനാക്കല്ലേ. പരിശുദ്ധാത്മാവിനാൽ അടിയൻ്റെ മനസ്സിനെയും നാവിനെയും എല്ലാം കാത്തു സൂക്ഷിക്കണമേ. ജനങ്ങൾക്ക് കേൾക്കേണ്ടത് മാത്രമേ പറയാനുള്ളൂ. യേശു മനസ്സാക്കണം, യേശു തന്നെ ആമേൻ. ഓക്കെ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളിൽ സത്യമല്ല എന്നൊക്കെ പറഞ്ഞ് എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചു. ഓക്കെ, പങ്കായ എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി ഞാനത് കുറച്ചേ പറഞ്ഞുള്ളൂ. അപ്പോഴത്തേക്ക് ഇത്രയും ഇതാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഫുൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എന്തുമായിരിക്കും കേൾക്കുന്നത്. ഈ കാര്യം പറയാൻ വന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ കാര്യം പഠിച്ചപ്പോഴാണ്. അബ്രാഹിമിൻ്റെയൊക്കെ സെയിം സമയത്ത് അപ്പുറത്തെ സൈഡിൽ അതിനു മുമ്പേ ആ സമയങ്ങളിൽ വലിയൊരു സിവിലൈസേഷൻ നടക്കുന്നുണ്ടായിരുന്നു, മനസ്സിലായി. അപ്പോൾ അതിനെപ്പറ്റി പഠിച്ച കൂട്ടത്തിൽ ഞാൻ പഠിച്ചതേ ഉള്ളൂ. കാരണം ഈജിപ്റ്റായിരുന്നു നമ്മൾ ആ ഫെർട്ടൈൽ ക്രസൻറ്റിൻ്റെ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ അറ്റ് ദ സെയിം ടൈം ദർ ഈസ് അനദർ ഫെർട്ടൈൽ ക്രസൻറ്റ് ഉണ്ട് ഇവിടെ, ഈ സിന്ധു നദീതീരത്തെ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ അവിടെ. അപ്പോൾ അതിനെപ്പറ്റി പഠിച്ചിങ്ങനെ പോയപ്പോഴാണ് പങ്കായ പഠിച്ചതും. അതിനെപ്പറ്റി ഇപ്പോൾ MIT ഞാൻ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ ഇപ്പോൾ MITയുടെ ഒരു സയൻറ്റിസ്റ്റിൻ്റെ ഇത് കിടക്കും. അതിൻ്റെ ഹെഡിങ് എനിക്കൊന്ന് ഇന്ത്യ ബ്രേക്കപ്പ് എന്ന് അങ്ങനെയുണ്ട്. MITയുടെ അവർ പറയുന്നത് 80 മില്യൺ ഇയേഴ്സിന് മുമ്പേ, അല്ലെങ്കിൽ 120 തൊട്ട് 80 മില്യൺ ഇയേഴ്സിന് മുമ്പെയാണ് ഇന്ത്യ അവിടുന്ന് പോയത്. പിക്ചർ സഹിതം അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്, നിങ്ങൾക്ക് പോയി നോക്കിയാൽ. പക്ഷേ ഞാൻ കണ്ടത് അവിടെ നിന്നല്ല. ഈ റീസെൻ്റ്ലി ഞാൻ ഒരു ന്യൂസ് വായിച്ചത്, അത് നാഷണൽ ജിയോഗ്രാഫിയാണെന്ന് തോന്നുന്നു, ഏതോ ഒരു റെപ്യൂട്ടഡ് അവിടെ നിന്ന് ഒരു ആർട്ടിക്കിൾ വായിച്ചതാണ്. അത് ഇന്ത്യ തിരിച്ചതേപോലെ തന്നെ അവരുടെ വിള്ളൽ വരുന്നുണ്ട്. അതിപ്പോഴൊന്നും വരത്തില്ല, ഒരു 500 to 1000 ഇയേഴ്സ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു കുറച്ചെങ്കിലും കാണാൻ സാധിക്കത്തുള്ളൂ.
നമ്മുടെയൊന്നും എന്തുവാ നമ്മുടെയോ നമ്മുടെ കൊച്ചുമക്കളുടെയോ ഒന്നും അല്ല 3-4 തലമുറയ്ക്ക് ശേഷമേ കാണാൻ പറ്റത്തുള്ളായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അതേപോലെ ഈ 120 തൊട്ട് 8 ഇയേഴ്സിന് മുമ്പേ ആയിരുന്നു ഇത്. അപ്പം ബൈബിൾ പ്രകാരം പറയുമ്പം ഒന്നുകിൽ അബ്രഹാമിൻ്റെ ആ സമയത്ത് അല്ലെങ്കിൽ ശലോമോൻ്റെ ഒക്കെ സമയത്ത്. കാരണം നല്ലൊരു ഇതുണ്ട്. ഇപ്പം ഈ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കാൻ പോകത്തില്ല, അത് ഉറപ്പാണ്. കാരണം ക്യൂൻ ഓഫ് ഷേബ, അത് പണ്ട് ഞാൻ പറഞ്ഞു എന്തോ ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ ആ സ്ഥലങ്ങളെല്ലാം ഇന്ത്യയിലായിരുന്നു പറഞ്ഞു വരുന്നിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കത്തില്ല, വിക്കിപീഡിയ പോയി നോക്കിയാൽ പോലും കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അതിൻ്റെ അകത്തുണ്ട്. പിന്നെ അന്ന് ഏതോ ഒരു സ്ഥലത്ത് ബുക്ക് കൂടെ എങ്ങനെയോ ഞാൻ അത് അറിയാൻ സാധിച്ചു. പക്ഷേ ഇപ്പോൾ എനിക്കറിയത്തില്ല, അത് 2012 അതൊക്കെ പോയി. അപ്പം വിക്കിപീഡിയ പോയി. ഇത് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞ് വേറെ ഒരാളാണ്. ഞാൻ ഇവിടെ വെച്ചല്ല, ദുബായിലായിരുന്നു ഇപ്പോൾ എന്നോട് പറഞ്ഞത്. എനിക്കത് വിശ്വാസം വന്നില്ല. ഞാനത് പോയി സെർച്ച് ചെയ്തു. നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് വിശ്വാസം വന്നില്ല. ഞാൻ പോയി സെർച്ച് ചെയ്തപ്പോൾ സത്യമെന്ന് മനസ്സിലായി. ഓക്കെ, അത് വേറെ. ഈ ക്യൂൻ ഓഫ് ഷേബ എന്ന് പറയുന്നത് എത്യോപ്യ അല്ലെങ്കിൽ അന്നത്തെ സമയത്ത് ഇന്ത്യ, എത്യോപ്യ, ഇന്ത്യയുടെ അടുത്ത് തന്നെയായിരുന്നു ശ്രീലങ്ക, പിന്നെ യമൻ. ഈ ഇത്രയും രാജ്യങ്ങൾ അവകാശപ്പെടുന്ന കൂടിയ ഒരു സ്ഥലമായിരുന്നായിരിക്കാം ഇത് എന്തോ ക്യൂൻ ഓഫ് ഷേബയുടെ സ്ഥലം. ആ രാജ്ഞിയായിരുന്നു ശലോമോനെ കാണാൻ വന്നത്. അപ്പോൾ അതുവരെ ഒന്നിച്ചായിരുന്നു എന്ന് പല വൃത്തങ്ങളും പറയുന്നുണ്ട്. പക്ഷെ ഇതെപ്പോഴാണ് സെപ്പറേറ്റ് ആയെന്നൊന്നും അതൊന്നും എനിക്കറിയത്തില്ല. ചില ആൾക്കാർ പറയുന്നു അബ്രാമിൻ്റെ സമയത്താണ്, ചില ആൾക്കാർ പറയുന്നു ശലോമോൻ്റെ ഒക്കെ ആ സമയത്താണ് പൊട്ടിപ്പുറപ്പെട്ടത്. ഓക്കെ, അത് നമ്മുടെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള MIT പോലുള്ളത്. ഞാനത് പണ്ട് കേട്ടായതുകൊണ്ട് എനിക്കറിയത്തില്ല, ഉണ്ടായിരുന്ന ആ ഇൻഫർമേഷൻ തരാൻ. പിന്നെ അബ്രഹാമിൻ്റെ കാര്യം, അബ്രഹാമൊക്കെ ഒരു അമോറൈറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്നെ പഠിപ്പിച്ചത്, ഞാൻ കുറച്ച് നാൾ സാഗു എന്ന് പറഞ്ഞൊരു സ്കൂളിൽ പോയി, സദേൺ ബാപ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞ് അവിടെ പോയപ്പോൾ അവിടെ ഒരു സാറ് തന്ന ഈ ബുക്ക് ഓക്കെ, ഈ ബുക്കിൻ്റെ ഞാൻ കാണിച്ചു തരാം എത്രാമത്തെ പേജിലാണെന്ന് നോക്കട്ടെ. അതിൻ്റെ അകത്ത് ഹബീറു എന്ന് പറഞ്ഞാൽ ആദ്യം അവരെ വിളിച്ച് തുടങ്ങിയത് ഹബീറു. ഇതിൻ്റെ അകത്തും ഒക്കെ ഉണ്ട് പങ്കായ, പാഞ്ചിയ എന്നൊക്കെ പറഞ്ഞുള്ള സംഭവങ്ങളൊക്കെ. എനിക്ക് ഞാൻ എടുത്തു വെച്ചതായിരുന്നു, പക്ഷെ പോയി. അത് ബാബിലോണിയ അല്ലെങ്കിൽ ഈ ബുക്കിനകത്തുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഹബീറു എന്ന് പറഞ്ഞാൽ അബ്രാമിൻ്റെയൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതൊരു ബുക്ക്. പിന്നെ പഠിക്കുമ്പം അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് കൂടെ പഠിക്കാമെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ ഇസ്രായേൽ ഹിസ്റ്ററിയെ പറ്റി പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതേപോലൊരു പുസ്തകം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത്രയും വിശദകരമായി പറഞ്ഞിട്ടുള്ളതും ഇഷ്ടം പോലെ. ഈ ബുക്ക് വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേറെ ഒരു ബുക്കും പേനയും എടുത്ത് അതിൻ്റെ അകത്ത് എഴുതി കിട്ടണം ഇഷ്ടം പോലെ. ഇതാണ് ഇസ്രായേൽ FF ബ്രൂസ് എഴുതിയ എൻ്റെ ബുക്ക്. നിങ്ങൾ നോക്കിയറിയാം, ഇതിൻ്റെ അകത്ത് നോക്കിയറിയാം മുഴുവൻ സ്ഥലങ്ങളിലും ഞാൻ വരച്ച് വെച്ചേക്കുക. ഇഷ്ടം പോലെ ഇൻഫർമേഷൻ ഉണ്ട്. അത് ഒറ്റ പ്രാവശ്യം വായിച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്തൊന്നും മനസ്സിലാകത്തില്ല. ഓക്കെ, അതൊന്ന്. പിന്നെ നിങ്ങൾക്ക് പൗലോസിനെ പറ്റി പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ട്, ഇതേപോലത്തെ ഒരു ബുക്ക് ഞാൻ പിന്നെ കണ്ടിട്ടില്ല, പൗലോസിൻ്റെ FF ബ്രൂസിൻ്റെ. ഓക്കെ, ഈ ബുക്ക് ഒരു ഭയങ്കര ബുക്ക് തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ NT റൈറ്റ് എഴുതിയ പൗലോസിൻ്റെ ബുക്കുകൾ. പിന്നെ അടുത്ത നിങ്ങൾക്ക് ന്യൂ ടെസ്റ്റ്മെൻ്റ് ഹിസ്റ്ററി ഉണ്ട്, എല്ലാ FF ബ്രൂസിൻ്റെയാണ്. ഇത് വായിച്ചാലും ഇതാണ്. പിന്നെ യേശു ക്രിസ്തുവിനെ പറ്റി അറിയാനുള്ള ഇതുമുണ്ട്, വേറെ ഒന്നുകൂടെ ഉണ്ട്.
പക്ഷെ അതെവിടെയെന്ന് എനിക്ക് കാണുന്നില്ല. പിന്നെ ഇത്രയും ബുക്കുകളുടെ അകത്തുകൊണ്ട് സകല ഇൻഫർമേഷനും ഒരു നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ സകല സംഭവം ഇത്രയും ബുക്കിൻ്റെ അകത്തുണ്ട്. ഓക്കെ, ഇതിൻ്റെ അത് വായിച്ചാൽ നിങ്ങൾ മനസ്സിലാവും. ഇനി നിങ്ങൾ പറ ഞാൻ പറയുന്ന കള്ളത്തരമാണ്. ഓക്കെ, പങ്കായ എന്ന് പറഞ്ഞാൽ വേറെ ഒരു ബുക്കുണ്ട്. ആ ബുക്ക് താഴെയാണ്. അത് 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 DK ബുക്സിൻ്റെ ഒരു 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 ഇത് അതിൻ്റെ അകത്തുനിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ വക ബുക്കിൻ്റെ അകത്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഈ കഴിഞ്ഞ വർഷത്തെ ഇൻഫർമേഷൻ. ആരും വിശ്വസിച്ചിട്ടില്ല. ചില ആൾക്കാരൊക്കെ എന്നെ കളിയാക്കുകയും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്ത് കൊടുക്കാനാണ്? എനിക്ക് ഇതിന് മറുപടി തമാശയായിട്ടുള്ള രീതി പറയണമെന്നുണ്ട്. പക്ഷേങ്കിൽ പോട്ടെ. കള്ളത്തരം പറയാൻ എനിക്ക് കള്ളത്തരം പറഞ്ഞിട്ട് എന്ത് ലാഭം കിട്ടാനാണ്? ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? എനിക്കൊരു സ്ഥാനം വേണ്ട, എനിക്ക് ആരുടെയും പൈസ വേണ്ട, എനിക്കൊന്നും വേണ്ട. എങ്ങനെയെങ്കിലും ഈ അറിവ് അറിഞ്ഞ് മനസ്സിലായി നാളെ ഒരു മനുഷ്യനെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വരുമ്പം അവരുടെ മുമ്പിൽ പിടിച്ചിരിക്കാൻ ഈ ഇങ്ങനെയൊക്കെ എന്നെ പലരും തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ തന്നെത്താനെ പോയി അറിഞ്ഞ കാര്യങ്ങൾ, പിന്നെ ബൈബിൾ സ്കൂൾ വെച്ചൊക്കെ പഠിപ്പിച്ച കാര്യങ്ങളും തന്നെത്താനെ അറിയുകയും അതേപോലെ ഞങ്ങൾക്കൊരു പ്രാവശ്യം ഞങ്ങൾ ഇവിടുത്തെ ഡാളസ് സ്കൂൾ ഓഫ് തിയോളജി പഠിച്ചപ്പോൾ ഞങ്ങൾക്കൊരു ഷാരോനി പഠിപ്പിച്ചിരുന്ന ഒരു സാറുണ്ട്, സ്റ്റീഫൻ എന്ന് പറഞ്ഞ്. എന്തോ ഒരു രസമായിട്ടായിരുന്നു. 3-4 ക്ലാസ് കണ്ടു എടുത്തുള്ളൂ. എൻ്റെ ദൈവം ഇത്രയും നല്ലതായിട്ട് പഠിപ്പിച്ച് ശരിക്കും പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഒരു സബ് ടീച്ചർ വന്നേ, പിന്നെ പഠിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേങ്കിൽ അതിന് മുമ്പ് അവരെ പഠിപ്പിച്ചത് സകലതും മനസ്സിലായി. അത് ഈ ഫെർട്ടൈൽ ക്രസൻറ്റിൻ്റെ ഈ ബുക്കായിരുന്നു എന്ന് തോന്നുന്നില്ല, വേറെ ഒരു ബുക്കിനെ പറ്റി വെച്ച് പഠിപ്പിച്ചു. അപ്പോൾ നല്ലതായിട്ട് അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഈ ദേവദാസന്മാർ പറയുന്ന ബുക്കുകളൊക്കെ വായിച്ച് അവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങളും ഒക്കെ പിന്നെ ബൈബിളിൽ നിന്ന് വായിക്കുമ്പം എനിക്ക് കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല, തെറ്റിദ്ധരിപ്പിക്കേണ്ട ആവശ്യം, അത്രയും പറഞ്ഞുള്ളൂ. ഓക്കെ, ഇനി ലാമേക്കിൻ്റെ കാര്യത്തെപ്പറ്റി അതിനും ആൾക്കാരെ എന്നോട് പറയും. ഞാനിപ്പോൾ ഒരു ഭാഗം വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, ഇത് പറയാം. ഓക്കെ, അതിൻ്റെ അല്ലെങ്കിൽ ഇത് ഒത്തിരി ഇച്ചിരി ഏറെ ഉണ്ട് വായിക്കാൻ, ഒത്തിരി സമയം പോകുമെന്ന് എനിക്കറിയത്തില്ല. മറ്റേ 32 വാക്യമുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് ഹീബ്രു വായിക്കാൻ പോയാൽ 1.5 മണിക്കൂറെങ്കിലും എടുക്കും, അല്ലാതെ ഇംഗ്ലീഷ് വായിക്കാൻ പോയാൽ. അതുകൊണ്ട് അത് ഇന്ന് ഇത് നമുക്കറിയാം ജീനിയോളജിയെ പറ്റി. അബ്രാമിൻ്റെ മകൻ ആയ സേത്തിൻ്റെ മകനായ ഈനോഷിൻ്റെ മകനായ കേനാൻ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അകത്ത് യേശുക്രിസ്തുവിൻ്റെ ജീനിയോളജിക്കകത്ത് ശലോമോനിൽ നിന്ന്, അതേപോലെ ലൂക്കോസ് വരുമ്പം നെയ്ത്തൻ എന്ന് പറഞ്ഞ ആളെ നതാനിയേൽ നെയ്ത്തനെ നാഥാനിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുമ്പോൾ ഓരോ ആൾക്കാരെയൊക്കെ പേരുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇതിനെനിക്ക് തെളിവില്ല. ഇത് ഞാൻ പലരും ക്ലോസ് ആയിട്ട് അറിയാവുന്നവരോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ ലൂക്കോസിൻ്റെ മത്തായിയുടെ സുവിശേഷൻ്റെ അകത്ത് പറയുന്ന ജീനിയോളജി ചിലപ്പോൾ ഒരു പ്രാവശ്യം യോസഫിൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ആയിരിക്കാം. ഓക്കെ, പിന്നെ മറിയ എൽസബത്തിൻ്റെ ചാർച്ചക്കാരിയായിരുന്നു. എൽസബത്ത് എന്ന് പറഞ്ഞാൽ ലേവി പുരോഹിതക്കാരായിരുന്നു. മനസ്സിലായോ? ലേവി പുരോഹിതക്കാരായിരുന്നു. ചിലപ്പം രാജകീയ പുരോഹിത വർഗം എന്ന് പറയുമ്പോൾ രാജകീയം യോസഫിൽ നിന്നും മറിയയിൽ നിന്ന് പുരോഹിതവും കൂടെ ഒരുമിച്ച് വന്ന് യേശുക്രിസ്തുവിൽ വന്ന് അവസാനിക്കുക. അതുകൊണ്ടായിരിക്കും രാജകീയ. എനിക്ക് ഇത് പണ്ട് ഇതേപോൾക്ക് തന്നെ ഒരു ബുക്കിൽ നിന്ന് ഞാൻ വായിച്ചു. ഞാൻ ന്യൂയോർക്ക് വെച്ചായിരുന്നു വായിച്ചത്. ഇങ്ങോട്ട് മൂവിങ്ങിൻ്റെ സമയത്ത് അത് നഷ്ടപ്പെട്ടു പോയി. എവിടെയാണെന്ന് ഞാൻ തിരഞ്ഞിട്ട് കണ്ടിട്ട് ഇതുവരെയായിട്ടും കണ്ടുകിട്ടിയിരുന്നെങ്കിൽ പറയുന്നത്. പക്ഷേ എനിക്ക് ഇത് വേറെ ഒരു സ്ഥലത്തും ഞാൻ വായിച്ചിട്ടില്ല, വേറെ ഒരു പ്രൂഫും എനിക്ക് തരാനില്ല. ഇത് ഫുള്ളി ഓൺ എൻ്റെ അഭിപ്രായമാണ്. ഓക്കെ, അന്ന് വായിച്ചതിൽ നിന്ന് കിട്ടിയത്. യോസഫിൽ നിന്ന് രാജാവും
രാജകീയവും, മറിയയിൽ നിന്ന് പുരോഹിത വർഗം. മനസ്സിലായി? രണ്ടും കൂടെ ചേർന്ന് യേശു ക്രിസ്തു രാജകീയ പുരോഹിത വർഗമായ രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് പ്രൂഫ് തരാനില്ല. ഓക്കെ, തെറ്റിദ്ധരിപ്പിച്ചു, കള്ളത്തരം പറഞ്ഞു, സത്യമല്ലാതെ പറഞ്ഞു എന്നും പറഞ്ഞ് അതുകൊണ്ട് വരല്ലേ. പിന്നെ ലാമേക്കിൻ്റെ കാര്യത്തെപ്പറ്റി ഇവിടെ ഒത്തിരി ഉണ്ട് വായിക്കാൻ. അതുകൊണ്ട് ഇത് പറ്റുമെന്ന് ഇത് എനിക്ക് വേറെ കുറേ കൂടെ വായിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ചുരുക്കത്തിൽ പറയാം. ലാമേക്കിന് കണ്ണ് കാണാതെ വന്നു, വയസ്സായി. ലാമേക്ക് നടന്നു പോകുന്ന സമയത്ത് തൂബൽ കൈൻ്റെ കൈ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു ഫീൽഡിൻ്റെ അപ്പുറത്തെ ഫീൽഡിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഏതാണ്ട് നടക്കുന്ന കണ്ടു. തൂബൽ കൈൻ സംശയം തോന്നി. തൂബൽ കൈൻ നമുക്ക് ആരാന്നറിയാം. ഈ അമ്പെടുത്ത് ഒറ്റയേറിന് അത് തോന്നുന്നു. അവരടുത്ത് നിന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായി അത് കൈനാണ്. ഓക്കെ, കൈനാന്ന് മനസ്സിലായി. അപ്പം തൂബൽ കൈൻ സന്തോഷിച്ചു, എന്ന് പറഞ്ഞ് സന്തോഷിച്ചപ്പം ലാമേക്ക് ഒറ്റയടിക്ക് കൊടുത്തു, അവൻ ചത്തുപോയി. ഓക്കെ, ലാമേക്കിൻ്റെ ഭാര്യമാർ വിശ്വസിച്ചില്ല. ലാമേക്കിൻ്റെ ഭാര്യമാർ അവർ ലാമേക്കിനെ അനുസരിച്ചില്ല. അവരോട് ദേഷ്യക്കണം, മകനെ കൊന്നതിൻ്റെ ദേഷ്യത്തിന് അവർ പോയി. അന്നേരമാണ് ലാമേക്ക് ഈ പറയുന്നത് ആദാസില്ല. മനസ്സിലായോ? ഇത് പറയുന്നത് ഇവിടെ ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചേ. നിങ്ങൾക്ക് ഇത് എനിക്ക് ഇതിൻ്റെ അകത്ത് ഇടാൻ പേടിയാണ്. കാരണം ഈ എല്ലാവരും കാണുന്ന ആൾക്കാരാണ്. കാരണം കണ്ട് ആരെങ്കിലും ഇത് അറിഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നിങ്ങൾ എന്തെങ്കിലും എന്നോട് ചോദിച്ചാൽ എൻ്റെ ഇതിൻ്റെ കോപ്പി എടുത്ത് വയ്ക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് വായിക്കാം ഇത്. ഓക്കെ, കൊന്നെന്നുള്ള ഈ കാര്യങ്ങൾ അങ്ങനെ ആദാസില്ലായെ പറ്റി എഴുതിയിരിക്കുന്നത് അങ്ങനെ. അതുകൊണ്ടാണ് പറയുന്നതെന്ന് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇത് ഹീബ്രു മിദ്രാഷ് എന്ന് പറഞ്ഞ ബുക്കിൻ്റെ അകത്ത് ഉള്ളതാണ്. ഹീബ്രുവിൽ അവർക്ക് ഒത്തിരി ഉണ്ടല്ലോ. ടെനാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നു, വായിക്കുന്നു പഴയ നിയമം. അതുകൂടാതെ മിദ്രാഷുണ്ട്, മിഷ്ന ഉണ്ട്, തർഗമുണ്ട്, പിന്നെ കബാല ഉണ്ട്. അങ്ങനെ കുറേ ബുക്കുകളുണ്ട്. അതിൽ മിദ്രാഷ് എന്ന് പറഞ്ഞ ബുക്കിൻ്റെ അകത്തുനിന്ന് ഉള്ള ഇതാണ് ആകെ ചുരുക്കമാണ് ഞാനിപ്പം പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ഹാനോക്കിലോട്ട് പോകാം. ഹാനോക്ക് ദൈവത്തോടു കൂടെ ആണെന്നു കാണാതായി. ഇതിന് പല ആൾക്കാരും പല കമൻട്രേറ്റേഴ്സും പല കാര്യങ്ങളും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഹാനോക്കിനെ പറ്റി പല ആൾക്കാരും പലതും പറയുന്നുണ്ട്. അപ്പം ഹാനോക്കിനെ പറ്റി കമൻട്രേറ്റേഴ്സ് പറയുന്നത്, ചില ആൾക്കാർ പറയുന്നത് ഹാനോക്ക് ദൈവത്തോടു കൂടെ അതുവരെ സേത്തിൽ നിന്ന് ആദ്യം ദൈവത്തെ വിളിച്ചെന്ന് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് എത്തപ്പോഴത്തേക്ക് 2 ജനറേഷനിൽ മറ്റൊരു ജനറേഷൻ വിക്കറ്റ്നെസ് കൊണ്ട് അവർ സ്ട്രഗിൾ ചെയ്യുക. കാരണം ഒന്ന് ആദാമിൻ്റെ ശാപം, കയീൻ്റെ ശാപം. ഇത് ഭൂമി പുറപ്പെടുവിക്കാതെ അവർക്ക് ഒത്തിരി വിതയ്ക്കുന്നുണ്ടെങ്കിലും ഇനഫ് കിട്ടുന്നില്ല. മനസ്സിലായി? പക്ഷെ അപ്പുറത്തൊരു ജനറേഷൻ നല്ലതായിട്ട് അവർ ജീവിക്കും. അപ്പം മെതൂസല എന്ന് പറഞ്ഞ ആളിനെ പിടിച്ച് രാജാവാക്കി. ഓക്കെ, അതായത് ഹാനോക്കിൻ്റെ മകൻ എന്നെ പിടിച്ച്, കാരണം ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്ന്. അപ്പം സേത്തിൽ നിന്ന് ഹാനോക്ക് എന്ന് പറഞ്ഞ് ലൈക്ക് ഈ സേത്ത് ഒരു ഫൗണ്ടേഷൻ ഇട്ടു. മനസ്സിലായി? അതിനെ എക്സ്ട്രീം ലെവലിൽ വേറൊരു ലെവലിലോട്ട് എടുത്ത ആളായിരുന്നു ഹാനോക്ക്. മനസ്സിലായി? ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ഹാനോക്ക് ദൈവത്തോട് അലിഞ്ഞു ചേർന്നു. ഓക്കെ, ചില ആൾക്കാർ പറയുന്നത് 2 പേരും തമ്മിൽ നടന്നു പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ 4 പാദങ്ങൾ നടന്നു പോകുന്നുണ്ട്. ചിലപ്പം അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് 2 പാദങ്ങൾ ആണ് ദൈവത്തിൻ്റെ മാത്രമോ. ദൈവം ഹാനോക്കിൻ്റെ ചിലർ പറയുന്ന അലിഞ്ഞു ചേർന്നു എന്ന് പറയുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ചില ആൾക്കാർ നല്ലൊരു യഹൂദവർത്തം പറയുന്നത് ഏലിയാവിനെ പോലെ ഒരു ഫിയറി ഹോഴ്സ് ഇത് വന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോയി. മനസ്സിലായി?
ഇതൊക്കെ ജനങ്ങൾ കണ്ടു. ചിലതിൻ്റെ അകത്ത് ചില ഇവർ പറയുന്നത്, കമൻറ്റേറ്റേഴ്സ് പറയുന്നത്, എസക്കിയലിൻ്റെ പുസ്തകത്തിൻ്റെ അകത്തുനിന്ന് എസക്കിയലിൻ്റെ പുസ്തകം, കാരണം ഈ വേർഡ് വരുന്നത് ഈ എന്തോ ആനോക്ക് ദൈവത്തോട് നടന്നു, ഹി വാസ് നോ മോർ എന്നുള്ള വേർഡ് പിന്നെ വരുന്ന എസക്കിയലിൻ്റെ പുസ്തകത്തിൻ്റെ അകത്തൊന്ന് കണ്ടോ. ഇപ്പം ആവശ്യമുള്ളപ്പം അത് വരത്തില്ല. എത്രയും നേരം അത് ഇവിടെ ഉണ്ടായിരുന്നു, ആവശ്യമുള്ളപ്പോൾ അത് ഇല്ല. അപ്പം ആ എസക്കിയേൽ 29 അകത്ത് 24 16 അധ്യായത്തിൻ്റെ അകത്ത് പറയുന്നുണ്ട്. 24 അകത്ത് 18 അകത്ത് പറയുന്നുണ്ട്, എസക്കിയേലെ, നിൻ്റെ ഭാര്യയെ ഞാൻ, നിൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷമായ ഭാര്യയെ ഞാൻ എടുത്തു മാറ്റാൻ പോവാണ്, നീ ഒരു തുള്ളി കണ്ണീര് പോലും വീഴ്ത്തരുത് എന്ന് പറഞ്ഞു. ആ എടുത്ത് കളയാൻ പോവാന്നുള്ള ആ സെയിം വേർഡ് പിന്നെ വരുന്നത് ഇവിടെ, ആ എക്സാക്ട് മീനിങ്ങോടുകൂടി വരുന്നത്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ദൈവം ഹാനോക്കിനെ വിളിച്ചു എന്ന് പറയുന്നു. മനസ്സിലായോ? വിളിച്ചു എന്നാണ് പറയുന്നത്. ചില ആൾക്കാർ പറഞ്ഞു ഹോഴ്സിൻ്റെ അത് എടുത്തുകൊണ്ട് പോകുന്നു. ചില ആൾക്കാർ ദൈവത്തോടുകൂടി അലിഞ്ഞു ചേർന്നു, കാണാതായിപ്പോയി. അന്ന് വേറെ കബാല എന്ന് പറഞ്ഞ ഒരു ബുക്കിൻ്റെ അകത്ത് പറയുന്നത്, ഹാനോക്ക് ദൈവത്തോടുകൂടെ നടക്കാൻ ഇടയായത് ഏദൻ തോട്ടത്തിൻ്റെ ദൂതന്മാരോടുകൂടി സംസാരിക്കുകയും അവർ പറയുന്നത് കേട്ട് അവരുടെ ഈ സെയിം കോൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. ഈ ഹാനോക്ക് എന്ന് പറഞ്ഞ ബുക്കുണ്ട്. ഹാനോക്ക് 1, ഹാനോക്ക് 2, 3 എന്ന് പറഞ്ഞ ബുക്കുകളുണ്ട്. ആ ബുക്കിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ഒത്തിരി ഇതൊക്കെ വരും, ഒത്തിരി ദൂതന്മാരുടെ പേരുകളും അതൊക്കെ വരുന്നത്. അത് അവരുടെ ചിന്ത, ആ സമയത്ത് അവരൊക്കെ അങ്ങനെ ചിന്താഗതി ഉള്ള രീതി കൂടുതൽ ഒരു റെഫറൻസിന് പോലും ഞാൻ എടുത്തിട്ടില്ല. കാരണം അത് പ്യൂർ ഔട്ട് ഓഫ് കബാല ആ രീതിയിൽ കൂടെ വരുന്ന ബുക്കുകളാണ് ആ ഹാനോക്ക് എന്ന് പറഞ്ഞ ആ ബുക്ക്. ഈനോക്ക് 1, ഈനോക്ക് 2 എന്ന് പറയുന്ന ബുക്കുകൾ റെഫറൻസിന് പോലും എടുത്തില്ല. അതിൻ്റെ സമ്മറിയൊക്കെ ഞാൻ വായിച്ചു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്തെ ആൾക്കാരുടെ ചിന്താഗതി അതേപോലെയുള്ള ചിന്താഗതിയായിരുന്നു. മനസ്സിലായോ? അപ്പോൾ അവർ അങ്ങനത്തെ ചിന്തിച്ചു എന്നറിയാൻ വേണ്ടി. അപ്പോൾ 4 ഡിഫറൻറ്റ് ഭാവം. 1 കബാല രീതി, 1 ദൈവത്തോട് അലിഞ്ഞു ചേർന്നു എന്ന് പറയുന്നത്, 1 ഏലിയാവിനെ എടുത്ത പോലെ തന്നെ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞു. മറ്റേ ഒരാൾ എസക്കിയേലിനകത്ത് പറയുന്നത് ദൈവം മോശെ എടുത്ത പോലെ തന്നെ. അങ്ങനെ പലരും പറയുന്നു. എങ്കിലും ദൈവത്തോടുകൂടെ നടന്നു എന്നുള്ളത് പ്രധാനം. ഓക്കെ, നമ്മളുടെ ജീവിതം ദൈവത്തോടു കൂടെയാണോ? ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ അകത്ത് ചോദിച്ചത്. ഞാൻ ഓരോ ആൾക്കാരോട് ചോദിക്കുന്നത്, നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മളുടെ മനസ്സിൽ കുറേ സെറ്റ് ചിന്താഗതികളുണ്ട്. ഇങ്ങനെയൊക്കെ നടന്നാൽ ദൈവം നമ്മളിൽ സന്തോഷിക്കും, ദൈവം നമ്മളിൽ പ്രസാദിക്കും. നമ്മൾക്ക് കുറേ ഇതുണ്ട്, നമ്മൾ ഇത് ചെയ്തില്ലെങ്കിൽ ഇത് ചെയ്താൽ അതൊക്കെ. മനസ്സിലായി? പക്ഷേ അതാണോ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്? അതേപോലെ കാണും ഈനോക്ക് ജീവിച്ചത്. ഓക്കെ, എന്നൊന്ന് ഒന്ന് സ്വയം ശോധന ചെയ്താൽ മതി. മനസ്സിലായി? അതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് പറയാനിടയായത്. ഓക്കെ, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. അന്നത്തെ ജനറേഷൻ ദൈവത്തോടു കൂടെ നടക്കാത്ത സ്ഥലത്ത്, അന്ന് ദൈവത്തിന് ഹോമേജ് വലിയ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് വേറൊരു ജനറേഷൻ ദൈവത്തെ വിട്ടുപോകുമ്പോൾ അതിൻ്റെ നടുവിൽ ദൈവത്തോടുകൂടെ നടന്ന് ദൈവത്താൽ എടുക്കപ്പെട്ടതുകൊണ്ട് മകനായ മെതുസല എന്ന് പറഞ്ഞ വാക്ക് മെതുസല. ഓക്കെ, ആ ദൈവത്തിൻ്റെ മകന് പിൽക്കാലത്ത് അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടെ കൂടി രാജാവാക്കി വെച്ചു. ഓക്കെ, രാജാവാക്കി വെച്ചു. അത് ഞാൻ ഇതിൻ്റെ അകത്ത് വായിക്കുമ്പം നമുക്ക് കാണാം. ഞാൻ ഇന്ന് അത് എന്നെ ആൾക്കാർ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഇന്ന് പിള്ളേരെയും
എൻ്റെ ഭാര്യയും മാതാവിനെയും ഇതെല്ലാം വായിച്ച് ഞാൻ കേൾപ്പിച്ചിട്ടാണ് ഇവിടെ വന്ന് പറഞ്ഞത്. കാരണം എനിക്ക് അവർ പ്രൂഫ് വേണം ഞാൻ പറയുന്നത് കള്ളത്തരമല്ല എന്നുള്ളത്. അപ്പം അന്നത്തെ കാലത്തെ മനസ്സിലായോ, ലാമേക്കിൻ്റെ ഇതായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ലാമേക്ക് അല്ല, മെത്തുസ്ലയെ രാജാവാക്കി വെച്ചു. പക്ഷെ മെത്തുസ്ലയിൽ നിന്നൊന്നും കാണാതെ വന്നപ്പോഴത്തേക്ക് പിന്നെയും ആൾക്കാർ അങ്ങ് വിക്കഡായി. അപ്പം ദൈവം എന്തെടുത്തു, ഫാമിനും പിന്നെയും ഇവരുടെ ശാപം കാരണം ഭൂമി ഒന്ന് വിളയിക്കാകും. അങ്ങനെയുള്ള സമയത്താണ് മെത്തുസ്ലയുടെ മകൻ ലാമേക്കിൻ്റെ മകനായ നോഹ വരുന്നത്, നോവാക്ക്. ഓക്കെ, ഹീബ്രുവിൽ അവസാനം നൗൺ വരുമ്പോൾ, പേരുകൾ വരുമ്പോൾ അവസാനം ഇത് വരത്തില്ല, വാവൽ വരത്തില്ല. വാവൽ എന്തെടുക്കും, അത് അതിൻ്റെ മുമ്പ് വരും. മനസ്സിലായി, കോൺസണൻറ്റ് ഏറ്റവും അവസാനം വരത്തുള്ളൂ, വാവൽസ് എല്ലാം അതിൻ്റെ മുമ്പ് വരും. അതുകൊണ്ടാണ് നോ ആക്ക്, നോ ഹ പറ, ആ വാവലല്ലേ. നോ എച്ച് പറയുമ്പം വാവൽ ഇതല്ലേ, എന്തോ വാവലല്ലേ ഏറ്റവും അവസാനം വരുന്നത്. അത് ഹീബ്രുവിൽ പറ്റത്തില്ല നൗൺ വരുമ്പോൾ. അതുകൊണ്ടാണ് റൂഹാക്ക്, റൂഹ. മനസ്സിലായി, വാവൽ ഇവിടെ വരും. ആ സമയം ആ വാവൽ അപ്പുറത്ത് വരുമ്പം അതെന്തോ ആയിട്ട് വേർബായിട്ട് ടീം സ്പിരിറ്റ്. മനസ്സിലായോ? പണ്ട് ഓർമ്മയുണ്ടോ പറഞ്ഞ ടീം സ്പിരിറ്റും ഇതും പറഞ്ഞ് രണ്ട് അർത്ഥങ്ങൾ പറഞ്ഞ്. ഓക്കെ, ഇനിയും വായിക്കാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഈനോക്കിനെ പറ്റി നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് നോഹയെ പറ്റി ഉള്ള നമ്മൾ വായിക്കാൻ പോകും. ഓക്കെ, ആൻഡ് വെൻ ലാമെക്ക് വാസ് 181 years of age, he went and took Ashima, okay, Ashima, the daughter of Elisha, the son of Enoch, his uncle. ഈനോക്കിൻ്റെ മകനായ എലീശയുടെ മകളായ അഷീമയാണ് ആരെടുത്ത്, ലാമേക്ക്. മറ്റേ ലാമേക്കല്ല, കൈൻ്റെ ജനറേഷനിലും ഒരു ലാമേക്കുണ്ട്, സേത്തിൻ്റെ ജനറേഷനിലും ഒരു ലാമേക്കുണ്ട്. ഓക്കെ, കൈൻ്റെ ജനറേഷനിൽ ഒരു ഈനോക്കുണ്ട്, ഹാനോക്കുണ്ട്, സേത്തിൻ്റെ ജനറേഷനിലും ഉണ്ട്. ചിലപ്പം കൈൻ്റെ ജനറേഷനിലെ ഹാനോക്കിനെ പറ്റിയായിരിക്കും, ഹാനോക്കിൻ്റെ ഇതായിരിക്കും ഇത് വന്നേ, എന്തോ ഹാനോക്ക് 1, 2 എന്ന് പറഞ്ഞ ബുക്കുകൾ വന്നിരിക്കുന്നത്. ഈ ഹാനോക്കിനെ പറ്റിയല്ല, ഈ ഹാനോക്ക് ദൈവത്തോടു കൂടെയാണ്. ഓക്കെ, എനിവേ, അപ്പം ഹാനോക്കിൻ്റെ is uncle to wife, and she conceived, and at that time the Son of Man sowed and had somewhat of a harvest in return. ഓക്കെ, കുറച്ചേ കിട്ടിയുള്ളൂ, വിതച്ചു, പക്ഷേ കുറച്ചേ കിട്ടിയുള്ളൂ. But the people did not turn from their evil ways and revolted against their masters. After years came around, his wife of Lamech bore a son, Methuselah, called his name Noah. അപ്പോൾ ആരാണ് നോഹ എന്ന് പേരിട്ട്? മെഥൂസല. ഓക്കെ, saying, the earth has ceased his days to destroy the seed. But Lamech, his father, called him Menahem. ലാമേക്ക് ഇട്ട പേര് മെനഹേം. ഓക്കെ, പക്ഷെങ്കിൽ മെഥൂസല ഇട്ടത് നോവ. കാരണം മെഥൂസല അന്നത്തെ സമയത്ത് ഒരു രാജാവായിരുന്നു. അവിടുത്തെ ജനങ്ങളെല്ലാം കൂടെ പിടിച്ച് രാജാവാക്കി. പക്ഷെ വലിയ ഇതൊന്നും വീര്യപ്രവൃത്തികളൊന്നും കാണാതെ വന്നപ്പോഴത്തേക്ക് ആൾക്കാർ പുള്ളിക്കാരൻ എഗനസ്റ്റായിട്ട് പോയി. ഓക്കെ, അപ്പം ലാമേക്ക് അത് കഴിഞ്ഞ് okay, this one will comfort us our work and toil of the hand because of the ground which Lord has cared. The boy grew up and was weaned, Molagudi Mari, and he walked in the path of his sire. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ അല്ലെങ്കിൽ എന്തോ ഒരു വലിയൊരു അതിനെന്തോ ഒരു മാസ്റ്റർ അല്ലെങ്കിൽ എന്തോ വലിയൊരു നമ്മളൊരു ഒരു റെസ്പെക്റ്റഡ് ഫിഗർ, റെവറൻറ്റ് ഫിഗറായിട്ട് കൊടുത്തേക്കുന്നത് സൈർ മെഥൂസല. ഓക്കെ, എവർ അപ്രൈറ്റ് ആൻഡ് പെർഫെക്റ്റ് ടു ദ ലോർഡ്, ആൻഡ് ഓൾ ദാറ്റ് ടൈം ദ സൺ ഓഫ് മാൻ had increased and multiplied, begetting sons and daughters upon the face of the earth, turned from the ways of the Adonai. ദൈവത്തിൻ്റെ ഇതിൽ നിന്ന് മാറി അവർ പിന്നെ വിക്കഡ് ചെയ്തുകൊണ്ട് ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് എഴുതിയേക്കുന്നത്
വായിക്കാൻ വലിയ പ്രയാസം. അവർ കാണിച്ചേക്കുന്ന പറഞ്ഞാൽ സോതോമിലെ പോലെ മൃഗങ്ങളോടും പക്ഷികളോടും, പക്ഷികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ കാക്ക കുയിലിനോട്, അങ്ങനെ കാക്ക കാക്കയോടല്ല, കാക്ക അതിനെ അങ്ങനത്തെ രീതി അവർ ട്രെയിൻ ചെയ്ത് ഏതെല്ലാം രീതി ഇത് ചെയ്യും. ഈ സെയിം അന്ന് ആസ്ട്രോളജി, സർപ്പത്തെ സേവിക്കുന്നത്, ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നോഹയുടെ ആർക്ക്, കെൻഡക്കിയിലുള്ള നോഹയുടെ ആർക്കിൽ പോയി കാണിക്കാമെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം അവിടെ കാണിച്ചിട്ടുണ്ട്. എത്ര മോശമായ രീതി, അവർ മോശം എന്ന് പറഞ്ഞാൽ ലൈക്ക് റിയലി മോശമായിട്ടുള്ള രീതി നടന്നപ്പോഴാണ് ദൈവം. കാരണം എന്തുകൊണ്ടാണ് നോഹയുടെ 500 കൊല്ലം വരെ വെച്ചുകൊണ്ടിരുന്നത്? എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാക്കന്മാരെ ഓരോരുത്തരായിട്ട് മരിക്കാൻ വേണ്ടി ആണിത്. മെത്തൂസ്ല എന്ന് പറഞ്ഞ ആളാണ് സേത്തിനെ അടക്കം ചെയ്തത്. ഓക്കെ, ഏറ്റവും അവസാനം ലാമേക്കിൻ്റെ നമ്മളിത് ഈ ജീനിയോളജി എടുത്ത് നോക്കുമ്പോൾ, ഓരോ കാൽക്കുലേറ്റ് ചെയ്ത് തരുമ്പോൾ ആ ലാസ്റ്റ് ആൾ ഞാൻ ലാമേക്ക് വരെ മരിക്കാൻ കാത്തിരുന്നു. അതുകൊണ്ടാണ് നോഹ ലാസ്റ്റ് വാക്ക്, നോഹ ഹാഡ് 500 years ഈ ബെക്കാൻ എന്താണ് ഷെയിം എന്നുള്ളതിൻ്റെ അർത്ഥം പേര്. മറ്റേത് ഹാം CHAM ഹാം. മറ്റ് ഇത് വരുമ്പോൾ യാഫേറ്റ് 3 മക്കൾ, ഷെയിം, ഹാം, യാഫേറ്റ്. ഓക്കെ, 3 മക്കൾ ഉണ്ട്. 500 കൊല്ലം ഇത്രയും കാലം നിൽക്കാതെ മനസ്സിലായി. ഏറ്റവും അവസാനം നമ്മൾ വായിക്കുമ്പോൾ സങ്കടകരമായ കാര്യമല്ലേ വരുന്നത്. അത് കഴിയുമ്പം ഡിസ്ട്രക്ഷൻ വരിക. കാരണം മനുഷ്യൻ്റെ 6-ാം അധ്യായം 1-ാം വാക്യം വെൻ ഹ്യൂമൻ ക്യാൻ ബിഗാൻ ടു ഇൻക്രീസ് ദ ഡോട്ടേഴ്സ് വർ ബോൺ ടു ദം, അവർ വഷളായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ ഈ 5-ാം അധ്യായത്തിൻ്റെ ആദ്യം എഴുതിയേക്കുന്ന വാക്യം എന്തോ എഴുതിയേക്കുന്നത് when God created humankind, it was made in the likeness of God. ദൈവത്തിൻ്റെ ഇമേജ് ലൈക്നെസ്സും. ഇതിൻ്റെ അകത്ത് കുറേ അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ ഇമേജും ലൈക്നെസ്സും പ്രകാരം ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുന്നത് ഒരെണ്ണം നമുക്കറിയാം, യേശു ക്രിസ്തുവിൻ്റെ ഇമേജിൻ പ്രകാരം. ഓക്കെ, അടുത്തത് കഴിഞ്ഞ് ഒന്ന്, ദൈവം എങ്ങനായിരിക്കുന്നു ആ സ്വഭാവം നമ്മൾ മറ്റുള്ള മനുഷ്യരിലേക്ക് പ്രകാശിക്കണം. ഞാൻ ഒരു ലൈറ്റ് ഇവിടെ നിന്ന് അടിക്കുമ്പം മനുഷ്യനിലോട്ടടിച്ച് ഈ ലൈറ്റിൻ്റെ സെയിം ലൈറ്റാണ് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ആ രീതി റിഫ്ലക്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മളങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ? ആ റിഫ്ലക്ഷനായിരുന്നു ഹാനോക്ക്. സേത്ത് ദൈവത്തെ വിളിച്ചു തുടങ്ങി. എന്നാൽ ആ സെയിം റിഫ്ലക്ഷനായിരുന്നു ഹാനോക്ക്. ദൈവത്തോടു കൂടെ കടന്നു. മനസ്സിലായോ? ദൈവത്തോട് അലിഞ്ഞ് കയറുന്നു. ദൈവത്തിൻ്റെ ആ സെയിം ഈ റിഫ്ലക്ഷൻ അതിൽ കൂടെ അടിച്ചു. നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചവരായി തീർന്നിരിക്കുന്നത്. ക്രിസ്തുവിനെ നമ്മൾ ഇമേജായി പോർട്രേ ചെയ്യുന്നുണ്ടോ? അതോ നമ്മൾ സിനിമാ നടന്മാരായ മമ്മൂട്ടി, മോഹൻലാൽ, ഇപ്പം പൃഥ്വിരാജ്, ഇങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെയാണ്. അവർക്ക് മീശ പിടിച്ചു, നമ്മൾ മീശ പിടിക്കുന്നു. അവരത് കാണിക്കുന്നു, നമ്മളിത് കാണിക്കുന്നു. പിന്നെ പെണ്ണുങ്ങളെ എനിക്കറിയത്തില്ല, ആരെന്ന് അറിയത്തില്ല. പണ്ടൊക്കെയാണെങ്കിൽ മഞ്ജു വാര്യർ പറയാറ്, അവരുടെയൊക്കെ തലമുടി ഇങ്ങനെ എന്തോ ഇട്ടൊക്കെ മനസ്സിലായി. അതേപോലെയൊക്കെ ഉള്ള രീതിയിലാണോ? ഓക്കെ, മനസ്സിലായി. നമ്മൾ ആരെയാണ് നമ്മുടെ ഐക്കോണായിട്ട്, ഇമേജായിട്ട് വെച്ചിരിക്കുന്നത്? ഈ ക്രിസ്തുവിനെ ധരിച്ചവരാണെങ്കിൽ ക്രിസ്തുവിനെ പോലെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെ ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡായിരിക്കും. അറ്റ്ലീസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ ചെയ്യാൻ പറ്റുമല്ലോ. മനസ്സിലായി? ഫുൾ ഇതാകണ്ട, പെർഫെക്റ്റ് ആണ് ഒരിക്കലും പെർഫെക്റ്റ് അല്ല. മനസ്സിലായി? പക്ഷേ പെർഫെക്റ്റ് അറ്റ്ലീസ്റ്റ് നമുക്ക് ട്രൈ ചെയ്തുകൂടെ? ക്രിസ്തുവിനെ ധരിച്ചവരായി നമുക്ക് തീരാമല്ലോ. ഓക്കെ, അത് നമുക്ക് പറ്റത്തില്ലേ? ഗിവ് ഇറ്റ് എ ട്രൈ, റൈറ്റ്? അത് നമുക്ക് പറ്റത്തില്ലേ? ഓക്കെ, അതേപോലെയുള്ള ഈ ഇമേജ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കണം. മനസ്സിലായി? അതാണ് ഇമേജും ലൈക്നെസ്സും. ദൈവത്തിൻ്റെ ഇമേജ്, ക്രിസ്തുവിൻ്റെ ഇമേജിൽ നമ്മളെ ആക്കി ക്രിസ്തുവിനെ ധരിച്ചവരായി. ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തു നമുക്കൊരു മാതൃകയായി കാണിച്ചു തന്നിരിക്കുന്നു. അതിന് പ്രകാരം നമുക്ക് ജീവിക്കാം. ഓക്കെ, അതാണ് ഏറ്റവും ആദ്യത്തെ വാക്കും അത് തന്നെ.
ദൈവത്തിൻ്റെ ഇമേജും ലൈനസും പ്രകാരം ക്രിയേറ്റ് ചെയ്തു. പിന്നെ സേത്തിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ കൈൻ്റെ വായിച്ചപ്പോൾ എല്ലാം വേറെ അവർ ഭൂമിയിൽ നിന്ന് എന്ത് കിട്ടും എന്നാണ് നോക്കിക്കൊണ്ടിരുന്നത്. മനസ്സിലായി? തൂബൽ കൈൻ എന്തോ ഇത് എന്താ പറയുന്നത്, അവർ അതിനെന്താ പറയുന്നത്, അയ്യോ തൂബൽ കൈൻ്റെ ഇതെന്തുമായിരുന്നു, കോപ്പർ വെപ്പണും ഇൻസ്ട്രുമെൻ്റ് ഫോർജ് ചെയ്ത് മെറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കുന്ന വ്യക്തികളായിത്തീരുന്നു. അവസാനം ഇതിൻ്റെ അകത്ത് പറയുന്നത്, ഈ മിദ്രാഷിൻ്റെ അകത്ത് പറയുന്നത്, തൂബൽ കൈൻ അമ്പുണ്ടാക്കി കൈനെ കൊന്നു എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ നോക്കുമ്പം 7ാം ജനറേഷന് ശേഷമുള്ള, മനസ്സിലായി, 7ാം ജനറേഷൻ വരെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. എനിവേ അത് നമുക്ക് വിശ്വസനീയമല്ലെങ്കിൽ വേണ്ട പോട്ടെ. പക്ഷേ ഇവിടെ തൂബൽ കൈൻ മെറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ കൈൻ ഒരു ജനറേഷൻ ഭൂമിയിലുള്ള മറ്റുള്ള ദൈവത്തെ അറിയാത്ത മറ്റുള്ള കാര്യം, ടെക്നോളജി അങ്ങനെയൊക്കെയുള്ള കാര്യം, ഇവിടെ ടെക്നോളജി പറഞ്ഞിട്ടില്ലെങ്കിൽ അതേപോലെയുള്ള രീതിയിൽ പോകുന്നു. എന്നാൽ വേറൊരു ജനറേഷൻ ദൈവത്തെ അറിഞ്ഞവരാക്കിയിരുന്നു. എന്നാൽ സേത്ത് എന്ന് പറഞ്ഞ് ദൈവത്തെ വിളിച്ചു തുടങ്ങി, ദൈവത്തെ അറിഞ്ഞു തുടങ്ങി. ഇപ്പോൾ 4ാം അധ്യായത്തിൻ്റെ അവസാനം വായിക്കുമ്പോഴും ഇത് തന്നെയാണ്. ആൻഡ് ടു സേത്ത് ഇൻ ടേൺ സൺ വാസ് ബോൺ ആൻഡ് ഹി നെയിംഡ് ഹിം ഈനോഷ്. ഇറ്റ് വാസ് ദെൻ ദ അഡോണായി ബിഗാൻ ടു ബി ഇൻവോക്ഡ് ബൈ നെയിം. ദൈവത്തിൻ്റെ പേര് വിളിച്ചു തുടങ്ങി, അല്ലെങ്കിൽ വർഷിപ്പ് ചെയ്ത് തുടങ്ങി, അല്ലെ പേ ഹോമേജ് ചെയ്ത് തുടങ്ങിയ സമയം. ഓക്കെ, അത് തുടങ്ങി അവർ. അത് ഇനി പിന്നെ പറയുമ്പോൾ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഇമേജും ലൈനസും, പിന്നെ ആദാമിൻ്റെ മക്കളായിട്ട് ഇങ്ങോട്ട് ഓരോരുത്തർ വന്നു. അവരെ സേത്ത് ദൈവത്തെ വിളിച്ചു തുടങ്ങി. അന്ന് ഹാനോക്കോ എന്താ പറ്റി, ആ റിഫ്ലക്ഷൻ ഫുള്ളായി തീർന്നു. അത് കഴിഞ്ഞ് ആനോക്കിൻ്റെ മകനായ മെതൂസല വന്നു, ജനങ്ങളെ രാജാവാക്കി വെച്ചു. പക്ഷെ എന്നാൽ ഇവൻ ഞങ്ങളുടെ രക്ഷകനാന്ന് പറഞ്ഞുള്ള രീതി വെച്ചു. പക്ഷെങ്കിൽ വലിയ ഇതൊന്നും കിട്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ റിബല്യനായി. അത് കഴിഞ്ഞ് ആര് വന്നു, പിന്നെയും കുറേ ജനറേഷൻ താഴോട്ട് പോയി കഴിഞ്ഞപ്പം എന്തോ പറ്റി, നോഹയുടെ സമയത്ത് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ദ നെയിം ആൻഡ് ഹീ നെയിംഡ് ഹിം നോഹ. സെയിം ആര് വിളിച്ചു, നമ്മൾ വായിച്ചു മെതൂസലയാണ് നോഹ എന്ന് പറഞ്ഞ പേരിട്ട്. ലാമേക്ക് പേരിട്ട്, നോഹയുടെ പിതാവായ ലാമേക്ക് പേരിട്ടത് മെനഹേം എന്ന് പറഞ്ഞ പേരിട്ടേക്കുന്നത്. ഓക്കെ ഇനി ഹീ നെയിംഡ് ഹിം നോഹ സെയിം ദ വൺ വിൽ പ്രൊവൈഡ് അസ് റിലീഫ് ഫ്രം അവർ വർക്ക് ആൻഡ് ദ ടോയിൽ ഓഫ് അവർ ഹാൻഡ്സ് ആൻഡ് ഔട്ട് ഓഫ് എവറി സോയിൽ വിച്ച് അഡോണായി പ്ലേസ്ഡ് അണ്ടർ ദ കർസ്. ദൈവം ശപിക്കപ്പെട്ട ഭൂമിയിൽ നിന്ന് നമുക്ക് നല്ലൊരു വിളവ് തരും എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ 9ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം, 9ാം അധ്യായത്തിൻ്റെ 1 ഞാൻ ഇവിടുന്ന് പോയാൽ അത് എൻ്റെ ഇത് നോട്ട്സ് എല്ലാം പോകും. നമുക്ക് ഇവിടുന്ന് പോയി നോക്കാം. 9ാം അധ്യായത്തിൻ്റെ 1ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു, സൺ ഓഫ് ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ. നോഹ എന്തോ നോഹ 9ാം അധ്യായത്തിൻ്റെ 20ാം വാക്യം, നോഹ വാസ് എ മാൻ ഓഫ് സോയിൽ. മനസ്സിലായി, എ മാൻ ഓഫ് സോയിൽ ആൻഡ് ഹി ബിഗാൻ ടു പ്ലാന്റ് എ വിനിയാർഡ്. ഒരു മുന്തിരിത്തോട്ടം വെക്കുന്നതിന് മുമ്പ് പറഞ്ഞ് നോഹ വാസ് എ മാൻ ഓഫ് സോയിൽ. മണ്ണിൻ്റെ, മലയാളത്തിൽ മണ്ണിൻ്റെ പുത്രൻ എന്ന്, മണ്ണിൻ്റെ മനുഷ്യന് എന്ന് അത് വരാൻ കാര്യം, ഈ സമയത്ത് മനുഷ്യപുത്രന്മാരുടെ ശാപം കാരണം ഭൂമി ഒന്നും നൽകി തരുന്നില്ല. എന്നാൽ നോഹ വിതച്ച ആണ്ടിൽ 100 മേനിയായിട്ട് അങ്ങ് വിളവ് വന്നു. അന്നേരം മനസ്സിലായോ, അന്നേരമാണ് പറഞ്ഞത്. അതിന് മുമ്പേ പേരിട്ടെങ്കിലും ആ പേരിൻ്റെ യഥാർത്ഥ മീനിങ് വന്നേക്കുന്നത്, ഇവനാണ് ഞങ്ങളെ ഈ ഭൂമിയുടെ ശാപത്തിൽ നിന്ന്, കാരണം അന്ന് വരെ ആൾക്കാർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഭൂമിയിൽ നിന്ന് കിട്ടാൻ അവർക്ക് അറിയത്തില്ല. ആദ്യമായി ഇതിൻ്റെ അകത്ത് പറയുന്ന ആദ്യമായിട്ട് വീറ്റിൻ്റെ
കൾട്ടിവേഷൻ അഗ്രികൾച്ചർ തുടങ്ങുന്നത് നോഹയുടെ സമയത്തോടെ. നോഹ വിത്ത് വിതച്ചു, വീറ്റ് വിതച്ചു, അത് 100 മേനിയായിട്ട്. സേത്ത് ദൈവത്തെ വിളിച്ചു. ഹാനോക്ക് ആ ട്രൂ റിഫ്ലക്ഷൻ ടുക്കിറ്റ് എന്നത് സ്റ്റേജ്, വേറൊരു സ്റ്റേജിലോട്ട് ദൈവത്തോട് കൂടെ നടന്നു. ക്രിസ്തുവിനെ നമ്മുടെ ഭാഷ, പുതിയ നിയമഭാഷ പറഞ്ഞ് ക്രിസ്തുവിനെ ധരിച്ചവരായി തീർന്നു. ഓക്കെ. അത് കഴിഞ്ഞ് മെതൂസ്ല അവിടുത്തെ രാജാവായിരുന്നു. ആ രാജാവിനെ പോലൊരു വലിയൊരു ഗ്രേറ്റ് ഫിഗറായിരുന്നു. ഒരു സെയ്യറായിരുന്നു, അല്ലെ പ്രവാചകൻ എന്നൊക്കെ പറയും പോലൊരു ഫിഗറായിരുന്നു. ആ പ്രവാചകൻ്റെ പാത പറ്റി നടന്ന കൊച്ചുമോനായ നോഹയ്ക്ക് വിതച്ചത് 100 മേനിയായി. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ നെയിംഡ് ഹിം നോഹ സെയിങ്, ദിസ് വൺ വിൽ പ്രൊവൈഡ് ഫ്രം അവർ വർക്ക് and from the toil of our hand and the very soil which Adonai placed under the curse. ദൈവം ശപിക്കപ്പെട്ട ഭൂമിയിൽ നിന്ന് നമുക്ക് 100 മേനിയ വിളവ് തന്ന മകനായിരുന്നു, മനസ്സിലായ, നോഹ. ആര് പേരിട്ടു? മെതൂസ്ല. ഓക്കെ. പിന്നെ പിതാവായ ലാമയ്ക്ക് പേരിട്ട എന്ത്? മെനഹീം. ഓക്കെ, മറക്കരുത്. അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുന്നത് നോഹയ്ക്ക് 3 പുത്രന്മാരുണ്ടായിരുന്നു, ഷേം, ഹാം, യാഫെറ്റ്. ഓക്കെ, അവർ 3 പേര്. പിന്നെ അടുത്തത് നമുക്ക് ചിന്തിക്കാം. പക്ഷെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ നോക്കട്ടെ. ഇപ്പം ഇത്രയും സമയമായ സ്ഥിതിക്ക് ഞാൻ ആ രാജാവെന്നുള്ള മെതൂസ്ല രാജാവെന്നുള്ളത് ഓക്കെ ശ്രദ്ധിക്കുക. ആൻഡ് ദ ഈനോക്ക് വാസ് ഡിപ്പാർട്ടഡ് ഫ്രം ദി എർത്ത്, ഓൾ ദ കിങ്സ് ഓഫ് ദി എർത്ത് അസംബിൾഡ്. ഈനോക്ക് ഒരു ദൈവത്തോടു കൂടെ കാണുന്നു, ഒരു പ്രവാചക ദൈവത്തോടു കൂടെ കാണുന്നു. ഇതിൻ്റെ അതേ ആൻഡ് ആഫ്റ്റർ ഈനോക്ക് ഹാഡ് ഡിപ്പാർട്ടഡ് ഫ്രം ദി എർത്ത്, all the kings of the earth assembled and anointed Methuselah king over them. Okay, king over them in place of the sire, which means Enoch. And Methuselah did whatever was pleasing in the eyes of the Lord, and he also followed the examples of his predecessor, teaching and instructing the people in all the knowledge and wisdom he acquired from his father Enoch. And he himself did not turn from those teachings, neither to the right or not to the left. But the last day of Methuselah, the people turned away from the service of God. മെതുസ്ലയുടെ അവസാന സമയങ്ങളിൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വിട്ടുപോയി. And they robbed and oppressed one another. And they also rebelled and transgressed against the will of God and corrupted their ways. And they refused to obey the word of Methuselah. മനസ്സിലായി? മെതുസ്ലയെ ഇത് ചെയ്യാൻ പറ്റാവുന്നവർ. അപ്പം ഇതിന് മുമ്പേ ഉള്ള വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്, on the 7th day of a great storm arose and Enoch was carried heavenwards in a fiery chariot drawn by a fiery horse. And on the 7th day all the kings that were with Enoch sent a number of men that remained and followed Enoch to the place where he ascended into heaven. മനസ്സിലായി? അപ്പം ഈനോക്ക് ദൈവത്തോടുകൂടെ നടന്നപ്പോൾ അവിടെ ഒരു കിങ്ലി ഫിഗർ, ഒരു സിയർ, ഒരു പ്രവാചകൻ, ഒരു രാജാവ്, ഒരു വലിയ സെയിം കോൺസെപ്റ്റല്ലേ ഏലിയാവിൻ്റെയും വന്നിരിക്കുന്നത്. ഏലിയാവും ഒരു രാജാവിനെ കൺഫ്രണ്ട് ചെയ്ത് ഒരു സിയർ ഫിഗർ, ഒരു പേടി ഫിഗറായിരുന്നു. രാജാവ് വരെ പേടിക്കും. ആഹാബ് വരെ പേടിച്ച ഒരു ഫിഗറായിരുന്നു ആര്? പിൽക്കാലത്ത് നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ അതേപോലൊരു പേടിച്ചൊരു ഫിഗറുണ്ട്. ആര്? ജോൺ ദ ബാപ്റ്റിസ്റ്റ്, അല്ലേ? ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ഓക്കെ. അപ്പം ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ഒരു രാജകീയ ഒരു ഫിഗറായിരുന്നു. ആ ഫിഗർ മെതൂസ്ലയ്ക്ക് കിട്ടി. മെതൂസ്ലയുടെ സമയത്ത് അവസാന സമയമായപ്പോഴത്തേക്ക് ആൾക്കാർ ഇതായി. നമ്മൾ ഇതിൻ്റെ അകത്ത് എഴുതി വെച്ച് വായിച്ച തലപെരുത്തവും അത്രയ്ക്ക് വഷളാതായി കഴിഞ്ഞ സോതോമിൻ്റെ പോലുള്ള അഴുക്ക് രീതിയിലായിരുന്നു ജനങ്ങൾ നടന്നിരുന്നത്.
ഓക്കെ. ആ സമയത്ത് മറക്കരുത്, ദൈവത്തിൻ്റെ ഇമേജും ലൈനസും പ്രകാരമായി ജീവിച്ച ഒരു കുടുംബം സേത്ത് തുടങ്ങി വെച്ചു. ഹാനോക്ക് ടിക്കറ്റ് അനദർ ലെവൽ. അതിൻ്റെ പ്രതിഫലമായി വന്നിരിക്കുന്നത് ആര്? നോഹ 100 വിളവായി. ക്ഷാമമുള്ള സ്ഥലത്ത് നോഹയുടെ ഇത് കണ്ടു, 100 വിളവായി വന്നു. ഏറ്റവും അവസാനം നോഹ മാത്രം, ഫാമിലി മാത്രം ആ ജലപ്രളയത്തിൽ നിന്ന് ദൈവത്തോടു കൂടെ നടന്നതുകൊണ്ട്, ദൈവത്തിൻ്റെ ഇമേജും ലൈനസും ക്യാരി ചെയ്തുകൊണ്ട്. അപ്പം നമ്മൾ വെറുതെ നടന്നാൽ പോരാ. ഇങ്ങനെയൊക്കെ വിശ്വാസം ആണ് വലുത്, അങ്ങനെയാണ് വലുത്, ഇങ്ങനെയാണ് വലുത്, അതൊന്നും പറഞ്ഞ് എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഇമേജും ലൈനസും പ്രകാരം ജീവിക്കണം. ഓക്കെ. ക്രിസ്തുവിനെ ധരിച്ചവരായി, ക്രിസ്തുവിൻ്റെ പ്രകാരം അറ്റ്ലീസ്റ്റ് ശരിയാ, ട്രൈ ചെയ്യ്. വലിയ പ്രകസനങ്ങളൊന്നും വേണ്ട, ട്രൈ ചെയ്താമല്ലോ, അതെങ്കിലും പറ്റുമല്ലോ, അത്രയും ചെയ്യാം. ഓക്കെ. ക്രിസ്തുവിനെ ധരിച്ചവരായി പുതിയ നിയമപ്രകാരം നമുക്ക് ജീവിക്കാം. ഇതൊരു ജീനിയോളജിയാണ്. എന്ന് കഴിഞ്ഞാൽ ഒരു തലമുറയുടെ കാര്യം. ഒത്തിരി ഇൻഫർമേഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്, ഇനിയും പറയാനുണ്ട്. പക്ഷേ അത് പറഞ്ഞാൽ ചിലതൊക്കെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതൊന്നും മിക്കവാറും ആൾക്കാർ വിശ്വസിച്ചില്ല. ഞാൻ എന്തുകൊടുക്കാൻ, ഞാൻ തെളിവ് സഹിതം ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഞാൻ വായിക്കാൻ ഉദ്ദേശിച്ചല്ല, ഇതെല്ലാം ഒരു അരമണിക്കൂർ കൊണ്ട് നിർത്തണമെന്ന് വിചാരിച്ചതാണ്. കാരണം ഇന്ന് ജീനിയോളജി ആയതുകൊണ്ട് പെട്ടെന്ന് ഒരു 20 മിനിറ്റ് അല്ല അരമണിക്കൂർ കൊണ്ട്. പക്ഷേ മനസ്സിലായി, ഞാൻ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട് എനിക്കിതൊക്കെ വായിച്ച് കേൾപ്പിക്കേണ്ടി വന്നു. അതെ, മിദ്രാഷ് എന്ന് പറഞ്ഞ ബുക്കിൽ നിന്ന് ഞാൻ എഴുതി വെച്ചല്ല, അവരെഴുതി വെച്ച. ഇത് വിശ്വസിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇതിൻ പ്രകാരം ആണ് മറ്റുള്ള കമൻട്രേറ്റേഴ്സ് ആൾക്കാരും അവരെല്ലാം പറഞ്ഞത്. ഹീബ്രു വൃത്തങ്ങൾ വിചാരിച്ച് അവർ വിശ്വസിച്ചുകൊണ്ട് പോകുന്നതും നമ്മുടെ പല കമൻട്രേറ്റേഴ്സുമാരും വിശ്വസിച്ചുകൊണ്ട് പോകുന്നതും ഇത് തന്നെയാണ്. അപ്പം എനിക്കും വിശ്വസിക്കാൻ വലിയ മാർഗ്ഗമില്ല. എനിക്കാരെ തെറ്റിദ്ധരിപ്പിക്കേണ്ട. ഓക്കെ. എനിക്കൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കുക. ഇതിൽ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ബുക്ക് സഹിതം നിങ്ങൾക്ക് കാണിച്ചു തന്നു. പങ്കായ MIITയുടെ അത് പറഞ്ഞു. മറ്റേത് ഞാൻ എവിടെ നിന്നാണ് മറന്നുപോയി. പിന്നെ വേറൊരു ബുക്കുണ്ട്, അത് താഴെയാണ്, പക്ഷേ അത് പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് പങ്കായ. അതെങ്ങനെയൊക്കെയാണ് പാഞ്ചിയ, ഞാനെപ്പോഴും പങ്കായ പാഞ്ചിയ അത് മാറിപ്പോന്നെ. മറ്റുള്ള കോണ്ടിനെൻറ്റ് മാറിപ്പോകുന്നതിനെക്കാട്ടി ഒരു 8-9 വേഗതയിലായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ആ ഭാഗം ഇവിടുന്ന് പറഞ്ഞ് മറ്റിടത്ത് പോയി ഇങ്ങനെ വന്ന് ഇടിച്ച് ഹിമാലയ എനിക്കൊന്ന് കുറച്ച് ഇങ്ങനെ കണ്ടായിരുന്നു. ഇതിങ്ങനെ പൊക്കിയത് ഇങ്ങനെ. ഇന്ത്യയുടെ ടെക്ടോണിക് പ്ലേറ്റ് ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തു, മറ്റേതെല്ലാം സ്ലോ ആയിട്ട് പോയി. ഇത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ പോയി വായിൽ മനസ്സിലാക്കി. എനിക്ക് തെറ്റിദ്ധരിപ്പിക്കേണ്ട. ഓക്കെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ സുഖാവേ, ഇന്നത്തെ ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾക്ക് 6-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തെ പറ്റി ഞങ്ങൾക്ക് പഠിക്കാനിടയാക്കി. അതിൻ്റെ അകത്ത് സേത്ത് ദൈവത്തെ വിളിച്ചു നടന്നു. ദൈവത്തിൻ്റെ ഇമേജ് ലൈനസ് പ്രകാരം ഞങ്ങളെ ക്രിയേറ്റ് ചെയ്തു. സേത്ത് ദൈവത്തെ വിളിച്ചു. അനോക്ക് വേറൊരു ലെവലിൽ ദൈവത്തോടുകൂടെ നടന്നു. ദൈവമേ ഞങ്ങൾക്കും ദൈവത്തോടുകൂടെ നടക്കുവാൻ, ദൈവമേ ക്രിസ്തുവിനെ ധരിച്ചവരായി ദൈവത്തോടുകൂടെ ഞങ്ങൾക്ക് നടക്കുവാൻ ഇടയാക്കണമേ. അത് കഴിഞ്ഞ് ദൈവമേ ജനങ്ങൾ വഷളായി നടന്ന ഒരു ജനറേഷൻ, അതിൻ്റെ നടുവിൽ ഞങ്ങൾ വിശ്വസ്തയോടുകൂടി നടന്നു, ദൈവത്തിന് വേണ്ടി നടന്നു, ആ ജനറേഷൻ നടന്നു. അതുകൊണ്ട് ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഒക്കെ വന്നപ്പോഴും ദൈവമേ നോഹ വിളവ് നടത്തി 100 മേനിയായി അനുഗ്രഹിക്കപ്പെട്ടു എന്ന് വായിക്കാനിടയാക്കി. മറ്റാരും മറ്റേ നോഹയുടെ പ്രസംഗം ആരും കേൾക്കാതെ എല്ലാവരും പോയപ്പം അറ്റ്ലീസ്റ്റ് നോഹയുടെ ഫാമിലിയെങ്കിലും രക്ഷിക്കാൻ സാധിച്ചു. അതേപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിയെ രക്ഷിക്കാൻ, ഞങ്ങളെ തന്നെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ.
ദൈവമേ ജീവിതത്തിൽ വന്നു തെറ്റുകളും കുറ്റങ്ങളും കുറവുകളെല്ലാം ക്ഷമിക്കണമേ. ക്രിസ്തുവിനെ ധരിച്ചവരായ ദൈവമേ ഞങ്ങൾക്ക് പെർഫെക്റ്റ് ആകാൻ പറ്റത്തില്ല, പക്ഷേ ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് ട്രൈ ചെയ്യാനെങ്കിലും സാധിക്കണമേ. അച്ഛാ ക്രിസ്തുവിനെ ധരിച്ചവരായ ഓരോ ദിവസവും ദൈവത്തോടുകൂടെ നടക്കുവാനാക്കണമേ. ദൈവത്തിൻ്റെ ഇമേജും ലൈനേഴ്സും പ്രകാരം ഞങ്ങൾ ആരാന്നുള്ള ബോധം ഞങ്ങൾക്ക് വരുവാനാക്കണമേ. അതും പ്രകാരം ഞങ്ങൾക്ക് ജീവിപ്പാനാക്കണമേ. അതേപോലെ ദൈവമേ അങ്ങനെ ഞങ്ങളുടെ ഡെയിലി ലൈഫ് ഓരോ ദിവസവും ചെയ്യണം. ഈ വഷളായ തലമുറയുടെ പുറകെ നടക്കാതെ, കോംപ്രമൈസ് ചെയ്യാതെ, അതൊന്നും നടക്കാതെ ദൈവമേ ഞങ്ങൾ വേറിട്ട ഒരു ജീവിതം ദൈവമേ ക്രിസ്തുവിൻ്റെ ജീവിതം, ക്രിസ്തുവിൻ്റെ ഇമേജ് ലൈനസ് പ്രകാരം ഞങ്ങൾക്ക് ജീവിപ്പാനും ദൈവമേ ഒരു നല്ല ജീവിതം നയിക്കുവാനാക്കണമേ. ദൈവമേ എപ്പോഴും പറയുന്നത് ഹൗ ഡീപ്പ് ഈസ് ദ ഫാദേഴ്സ് ലവ്, ഹൗ ഡീപ്പ് ഈസ് ദ ഫാദേഴ്സ് ലവ്. ദൈവമേ ഞങ്ങളിൽ എന്ത് നന്മ കണ്ടിട്ടാണ് ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുക. ദൈവമേ യേശുപ്പച്ചനെ ഞങ്ങൾക്ക് വേണ്ടി കാൽവർ ക്രൂശിൽ തന്നു. ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പശുപാലനം ചെയ്തു. ദൈവമേ ഞങ്ങൾക്ക് എന്തു മേന്മ, ഞങ്ങളിൽ എന്ത് നന്മ കണ്ടിട്ടാണ് ദൈവമേ ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിച്ചേ. എത്രമാത്രം സ്നേഹിക്കുന്ന പിതാവിൻ്റെ സ്നേഹം, ആ ഡീപ്പിയസ് ഫാദേഴ്സ് ലവ്. ദൈവമേ ഞങ്ങളിൽ ഞങ്ങൾക്കൊരു ആൻസർ പറയാനില്ല, ഞങ്ങൾക്കൊരു നന്മയില്ല. ദൈവമേ കൃപയാലാണ് ഞങ്ങൾക്ക് ഈ ഭാഗ്യം കിട്ടിയെന്നുള്ള ബോധത്തോടെ ഞങ്ങൾക്ക് ജീവിപ്പാനും അപ്പച്ചൻ്റെ ഇമേജ് ലൈനസ് പ്രകാരം ജീവിപ്പാനും ദൈവമേ ഹാനോക്കിനെ പോലെ ദൈവത്തോട് നടപ്പാനും നോഹയെ പോലെ ദൈവമേ വെൻ ദർ ഇസ് നോ വേ യു മേക്ക് എ വേ. ദൈവമേ അതിന് പ്രകാരം ദൈവമേ മറ്റുള്ളവർ കാണുമ്പോൾ ദൈവമേ ഇവൻ ദൈവമുള്ളവനാണെന്ന് പറയത്തക്ക രീതി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ജീവിതത്തിൽ വന്ന തെറ്റുകളോ കുറ്റങ്ങളോ ക്ഷമിക്കണമേ. ഇന്നത്തെ ദൈവമേ പറഞ്ഞ മെസ്സേജുകളെല്ലാം അനേക പേരുടെ ഹൃദയങ്ങളിൽ അത് ദൈവം പരിവർത്തിക്കണം. ദൈവം ആരെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് ഉള്ള റിബല്യസ് മെൻറ്റാലിറ്റി ഒന്നും ആരിൽ വരുവാടക്കരുതേ. നല്ല മെൻറ്റാലിറ്റി വരുവാടക്കണമേ. ദൈവമേ അതും പ്രകാരം ജീവിപ്പാടക്കണം. ഈശോ തന്നെ ആമേൻ.